ഇത് മാമ്പഴക്കാലമാണ്. നമുക്കറിയാം നല്ല ചൂട് കാലമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല മഞ്ഞ നിറത്തിൽ പഴുത്ത മാമ്പഴം കാണുമ്പോൾ നമ്മളത് നാച്ചുറലി അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്ത് നമ്മളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരത്തുകളിൽ ഇപ്പോൾ മാമ്പഴ വിൽപ്പന വളരെയധികം സജീവമാണ്. ഇതിൽ മായം കലർന്നത് ഏതാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? മാമ്പഴം പഴുപ്പിക്കാൻ കാൽസ്യം കാർബൈഡും എഥിലീനും ഒക്കെ പ്രയോഗിക്കുന്നത് വ്യാപകമാണ്. അതോടെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് നിന്നടക്കം ഈ വിഷരാസവസ്തുക്കൾ ചേർത്ത് പഴുപ്പിച്ച മാമ്പഴം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. കർണാടക, തമിഴ്നാട് ഇവിടെ നിന്നൊക്കെ വരുന്ന മാങ്ങകളാണ് സാധാരണ മായം കലർന്ന മാമ്പഴമായി കരുതപ്പെടുന്നത്. അങ്ങനെയാണ് എത്താറുള്ളത്. അധികം വിളവ് ലഭിക്കുന്ന സമയത്ത് പാകമാകാത്ത മാങ്ങയുണ്ടല്ലോ, അത് ചെറിയ വിലയ്ക്ക് സംഭരിക്കുന്ന വലിയ വ്യാപാരികളുണ്ട്. അവർ വില ഉയരുമ്പോൾ ഇഷ്ടാനുസരണം പഴുപ്പിക്കുന്നതിനാണ് ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത്. മാങ്ങ നിറച്ച പെട്ടികളിൽ കാൽസ്യം കാർബൈഡ് കടലാസ് പൊതികളിലാക്കി വെക്കുക, മുറിക്കുള്ളിൽ കൂട്ടിയിട്ട മാങ്ങയിൽ വൻതോതിൽ കാർബൈഡ് പൊടി വിതറുക, കാർബൈഡ് ലായനി സ്പ്രേ ചെയ്യുക, എഥിലീൻ പൊടി രൂപത്തിൽ നിറച്ച ചാക്കുകൾ ഉപയോഗിക്കുക. ഇത്തരം രീതികളാണ് മാമ്പഴം കൃത്രിമമായി പഴുക്കാനായിട്ട് പലപ്പോഴും ചെയ്തു വരുന്നത്. ഇങ്ങനെ മായം ചേർക്കുന്ന മാങ്ങകൾ ഒരു ദിവസം കൊണ്ട് തന്നെ പഴുത്തു കിട്ടും. കാൽഷ്യം കാർബൈഡാണ് പഴങ്ങൾ വേഗം പഴുപ്പിക്കുന്നതിന് കച്ചവടക്കാർ പലപ്പോഴും ഉപയോഗിക്കുക എങ്കിലും എഥിലീൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇതും വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, കച്ചവടക്കാർ ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യും? വിഷം കുത്തിവെച്ച് പഴുപ്പിച്ച മാങ്ങ വെച്ചിരിക്കുന്ന കുട്ടയിൽ കച്ചി, അതായത് വൈക്കോല് നിറച്ചിരിക്കും. ഈ വൈക്കോലിൽ വെച്ച് പഴുപ്പിച്ച മാമ്പഴം വിഷരഹിതമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തോടെ പലരും അത് വാങ്ങി കഴിക്കുകയും ചെയ്യും. കിലോയ്ക്ക് 50 രൂപ മുതൽ വിപണിയിൽ മാമ്പഴം ലഭ്യമാണ്. വിളയാത്ത മാമ്പഴം കേരളത്തിനകത്തും പഴുപ്പിക്കുന്നുണ്ട്. കടകളിൽ മാത്രമല്ല വഴിയോരങ്ങളിലും ഇവ സുലഭമാണ്. ഒരു സർവേയിൽ 13,000 ആളുകളിൽ 78% പേർക്കും കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങ എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. കെമിക്കലുകൾ ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങ എങ്ങനെ തിരിച്ചറിയാം? മാങ്ങകൾ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലിടുക. സ്വാഭാവികമായി പഴുത്ത മാങ്ങകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതേസമയം കൃത്രിമമായി പഴുപ്പിച്ചവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകളുടെ മറ്റൊരു ലക്ഷണം അതിൽ പഴച്ചാറ് തീരെ കുറവായിരിക്കും എന്നതാണ്. അതേസമയം സ്വാഭാവികമായി പഴുത്ത മാങ്ങയിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, പഴച്ചാറുണ്ടായിരിക്കും. കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകൾ രണ്ടായി മുറിച്ച തൊലിയോട് ചേർന്നുള്ള മാങ്ങയുടെ നിറവും ഉൾഭാഗത്തെ നിറവും രണ്ടായിരിക്കും. പക്ഷേ സ്വാഭാവികമായി പഴുത്ത മാങ്ങയിലാണെങ്കിലോ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ മഞ്ഞ നിറമായിരിക്കും. ഇനി തൊലിയിൽ കറുത്ത പാടുകളുള്ള മാങ്ങകൾ വാങ്ങാതിരിക്കുക. അവ ഒരുപക്ഷെ കാൽഷ്യം കാർബൈഡ് അല്ലെങ്കിൽ അസറ്റിലിൻ വാതക സാന്നിധ്യം ഇതൊക്കെ കൊണ്ട് പഴുത്തവ ആയിരിക്കാം. എന്തായാലും മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മാമ്പഴം മാത്രമല്ല, മറ്റ് ചില ഫലവർഗ്ഗങ്ങൾ വാങ്ങിക്കുമ്പോഴും അത് രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിച്ചതാണോ എന്നുള്ളത് നമുക്ക് മണം കൊണ്ട് തിരിച്ചറിയാം. ആ ഒരു ടിപ്സ് കൂടി പറയാം. രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിച്ച നല്ല മാമ്പഴത്തിന് ഒരടിയിലധികം അകലെ നിന്ന് മണം വരില്ല. സ്വാഭാവികമായി പാകമായതോ പുല്ലുപെട്ടികളിൽ പാകമായതോ ഒക്കെ 1-2 അടി അകലെ നിന്ന് മണം പിടിക്കാൻ പറ്റും. അതിനാൽ ദൂരമാണ് ഇവിടെ പ്രധാനം. സ്വാഭാവികമായും പാകമായവ വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് മാമ്പഴം പഴുത്തതിൻ്റെ ആ മണം കിട്ടും. ഇവിടെ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു കഴിവ് ഉപയോഗിച്ചാലും മതി. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പാകമായവയ്ക്ക് നേരിയ രൂക്ഷഗന്ധമുണ്ടാകും. ഇനി നേന്ത്രപ്പഴമാണെങ്കിൽ കൃത്രിമമായി പഴുപ്പിച്ചവയാണെങ്കിൽ അതിൻ്റെ പഴത്തൊലിക്ക് നല്ല കാഠിന്യം ഉണ്ടാകും. മണം അല്പം വ്യത്യസ്തമായിരിക്കും. തണ്ണിമത്തൻ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വളരെയധികം നമ്മൾ കാണുമ്പോൾ വാങ്ങുന്നതാണ്. തണ്ണിമത്തനാണെങ്കിൽ കുത്തിവെച്ച തണ്ണിമത്തൻ രുചിച്ചു നോക്കിയാൽ അത് നാവിൽ ഒട്ടിപ്പിടിക്കുന്ന രുചി നൽകുന്നു എങ്കിൽ അത് സ്വാഭാവികമായി പഴുപ്പിച്ചതല്ല. സ്വാഭാവികമായത് നമ്മുടെ നാവിനൊരു തരിസ്പർശമായിരിക്കും നൽകുക. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഈ മായം കലർന്ന പഴങ്ങൾ തിരിച്ചറിയാനുള്ള ചില ടിപ്സാണിത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ നല്ല സുരക്ഷിതമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഫുഡൊക്കെ ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ അത് സുരക്ഷിതമായതായിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും വിശ്വാസവും ഒക്കെ. അപ്പോൾ ആ വിശ്വാസത്തിന് നമ്മളും കൂടി ചില മുൻകൈ എടുക്കണം, ആ വിശ്വാസം ശരിയാകുന്നതിന് വേണ്ടി. അപ്പോൾ ഈ മുൻകൈകളൊക്കെ ഈ ടിപ്സൊക്കെ മനസ്സിലാക്കി വെക്കുക. ആ ടിപ്സിലൂടെ നമ്മൾ ഈ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുക, നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.